ദൈവത്തിന്റെ പരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, 17-ാം സങ്കീർത്തനം 7-ാം വാക്യം, നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നവനായുള്ളവേ, നിന്റെ അത്ഭുതകാരുണ്യം കാണിക്കണമേ. എബ്രായ ഭാഷയിൽ ഈ അവസാന വരി രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദൈവമേ നിന്റെ ആർദ്ര സ്നേഹം അത്ഭുതകരമാം വിധം എന്നെ കാണിക്കണമേ എന്നാണ്. O Lord, wondrously show your steadfast love. ദൈവത്തിൻ്റെ ആർദ്ര സ്നേഹം അത്ഭുതകരമാം വിധം കാണുന്നതിനെ പറ്റിയാണ് 15-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാണ്. എന്നാൽ 14-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഭൗതികമായ ലൗകികരായ മനുഷ്യരുടെ ജീവിത ആഗ്രഹങ്ങൾ എന്താണ്? അവരുടെ ഓഹരി ഈ ആയുസ്സിലത്രേ. അവർ മക്കൾക്ക് ധാരാളമുണ്ട്, അവർക്ക് മക്കൾ ധാരാളമുണ്ട്, കുടുംബസമ്പത്തുണ്ട്, അവരുടെ ധനശിഷ്ടം കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. പക്ഷേ സംതൃപ്തമായ തൃപ്തികരമായ ഒരു ജീവിത അനുഭവം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദൈവമുഖം കാണുകയും അവൻ്റെ രൂപം ദർശിക്കുകയും വേണം എന്നുള്ളതാണ്. ഇത് അത്ഭുതകരമാമിതം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വെളിപ്പെടലാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 30 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ശിമയോൻ എന്ന് പറയുന്ന വൃദ്ധനായ മനുഷ്യൻ ഇപ്രകാരം പറയുന്നുണ്ട്: ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായ നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഇപ്രകാരം പറയുന്ന ഈ മനുഷ്യൻ ദൈവത്തെ കണ്ട് തൃപ്തി അടയുവാൻ തക്കവണ്ണം തൻ്റെ ജീവിതത്തിൽ സമാധാനത്തോടെ മടങ്ങിപ്പോകുന്ന ഒരു അനുഭവത്തെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം തൻ്റെ ആയുസ് മുഴുവൻ കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ക്രിസ്തു ദർശനം ഉണ്ടാകുമ്പോൾ തൃപ്തിയാകുന്നു. ഭൗമികമായ ഒത്തിരി കാര്യങ്ങളിൽ തൃപ്തി കണ്ടെത്താം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെയും നശ്വരമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സമ്പത്തുണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ, കുടുംബമുണ്ടെങ്കിൽ, ജീവിതമുണ്ടെങ്കിൽ, ജോലിയുണ്ടെങ്കിൽ ഒക്കെയും തൃപ്തിയുണ്ട് എന്ന് നാം വിചാരിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായ തൃപ്തി ദൈവത്തിൻ്റെ മുഖം കാണുന്നതാണെന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 19-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്, നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരെന്ന്. ക്രിസ്തുവിൽ തൃപ്തി കണ്ടെത്താൻ, ക്രിസ്തു സാന്നിധ്യത്തിൽ തൃപ്തി അടയുവാൻ, സംതൃപ്തമായ ജീവിതാനുഭവങ്ങളിലേക്ക് പോകാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു ദിനം നേരുന്നു.